എവ്രി വൺ, ഇതാണ് എൻ്റെ സ്വന്തം തലമുടി. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എൻ്റെ റിയൽ ഹെയർ എന്നാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ എൻ്റെ ഹെയർ ഞാനങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ഈ രണ്ട് സൈഡിൽ ഈ ഒരു ക്രഞ്ചസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ലോങ് ഹെയർ ഉണ്ടോ എന്ന് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയോ വീഡിയോയിലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് പേര് ചോദിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ലോങ് ഹെയർ ഉണ്ടല്ലോ എന്നുള്ള കാര്യം തന്നെ ഓർത്തത്. അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ ഹെയർ റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ അങ്ങ് ചെയ്തേക്കാം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എവിടെ പോയാലും ഹെയർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും ഇടാറൊന്നുമില്ല. ഞാൻ എപ്പോഴും ഒന്നുകിൽ പോണി ടെയിലാക്കി കെട്ടും, അല്ലെങ്കിൽ മടക്കി, അങ്ങനെയൊക്കെ ആയിരിക്കും കെട്ടുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് എത്ര നാൾ മുതലാണ് മുടി നീട്ടി വളർത്താൻ തുടങ്ങിയതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻ്റെ ഹെയറിനെ പറ്റി ഒട്ടും കോൺഷ്യസേ അല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ലോങ് ഹെയർ ഉണ്ടെന്ന് പോലും ഉള്ള ഒരു വിചാരമേ ഇല്ല. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 8th പഠിക്കുമ്പോൾ മുതലേ ലോങ് ഹെയർ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ഹെയർ തീരെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. കാരണം എനിക്ക് അടുപ്പിച്ച് കുറേ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആങ്കറിങ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി കുറേ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഹെയർ സ്പ്രേ ആണെങ്കിലും ഹീറ്റ് ആണെങ്കിലും. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഹെയറിന് ഭയങ്കര കഷ്ടകാലമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് നാളിന് ശേഷം ഒരു ഫ്രീ ഡേ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊന്ന് ഹെയർ കെയർ ചെയ്യാമെന്ന്. ഞാനങ്ങനെ കാര്യമായിട്ട് ഹെയറിന് കെയർ ഒന്നും കൊടുക്കാറില്ല. ഞാൻ ആകെപ്പാടെ ചെയ്യുന്നത് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന നല്ല കാച്ചിയ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലില്ലേ, അത് നമ്മൾ തന്നെ ആട്ടിയത് വാങ്ങിക്കും. അതിലേക്ക് ചെമ്പരത്തിപ്പൂവ്, അതുപോലെ അതിൻ്റെ മൊട്ട്, ഇല, പിന്നെ ഈ ചുവന്ന ഉള്ളി, കയ്യോന്നിയാണ് മെയിൻ ഐറ്റം. വേറെ ഒന്നും ഇല്ലെങ്കിലും കയ്യോന്നി ഒഴിവാക്കത്തില്ല. പിന്നെ നമ്മൾ അലോവേര കിട്ടുവാണെങ്കിൽ അതിടും. അത് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ തുളസി ഇല, കീഴാർനെല്ലി, ഇത്രയും സാധനങ്ങളിട്ട് കാച്ചിയ എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ ഗ്രാഹ്യവുമില്ല. അതുപോലെ തന്നെ ഈ ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യവുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ അടുത്ത സമയത്താണ് ഈ ഹെയർ കെയറും കാര്യങ്ങളെ പറ്റിയൊക്കെ കുറച്ചെങ്കിലും കോൺഷ്യസ് ആയത്. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ ഹെയറിനും സ്കാൽപ്പിനും കുറച്ച് കെയർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹെയർ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ കോമ്പിങ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഹെയറിൻ്റെ നന്നായിട്ട് അതിൻ്റെ ജടയെല്ലാം എടുത്ത് കളയണം. അതായത് അതിലെ കുരുക്കൊക്കെ കാണുമല്ലോ. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അതിലെ കുരുക്കെല്ലാം അഴിച്ചിട്ട് നല്ലപോലെ കോമ്പ് ചെയ്യണം. നല്ല അകൽച്ചയുള്ള കോമ്പ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നോർമൽ ചീപ്പാണ്. ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്നുകിൽ വുഡിൻ്റെയൊക്കെ കോമ്പ് കിട്ടുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലത്. കോമ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ബാക്ക് കോമ്പിങ് ആണ്. നമ്മളിങ്ങനെ തല കുനിച്ച് നിർത്തി ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ അത്രയും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഓയിലിംഗ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ കാച്ചുന്ന ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ നല്ലോണം നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇറ്റിറ്റ് കൊടുത്തിട്ട് നല്ല പോലെ മസാജ് ചെയ്യും. ഞാൻ എൻ്റെ ഫിംഗർ വെച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചിലവർ നമ്മുടെ ബോട്ടിലിന് അറ്റത്ത് കാണുമല്ലോ അതിൻ്റെ നോബ്, ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ പണ്ട് മുതലേ വീട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ഫിംഗർ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും സർക്കുലറായിട്ട്. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നെറ്റിയുടെ ഭാഗത്തായിട്ട് ഒരു ഫോർഹെഡ് ഏരിയയ്ക്ക് കുറച്ച് മുകളിലായിട്ട് അവിടെ നല്ലോണം മസാജ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ ബേബി ഹെയർസ് ഒക്കെ പുതിയതായിട്ട് ചിലർക്ക് നെറ്റി കയറുന്ന പ്രശ്നമൊക്കെ ഉള്ളവർ കാണും. സോ അവിടെ നന്നായിട്ട് മസാജ് ചെയ്യണം. നമ്മുടെ ഉച്ചി ഭാഗത്ത് അതുപോലെ ബാക്കിൽ ഒക്കെ നല്ലോണം തേച്ച് മസാജ് ചെയ്യണം. നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ കോമ്പിങ്ങും അതേപോലെ മസാജിങ്ങും ചെയ്യുന്നത് വഴി അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അവിടുത്തെ ആ ഒരു സ്കിന്ന് കുറച്ചും കൂടി പുതിയ ഹെയർസിന് ഗ്രോ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറുകയും ചെയ്യും. അതുവഴി നമുക്ക് പുതിയ ബേബി ഹെയർസ് അവിടെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് കുറയുന്നു പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പം നമ്മുടെ ഹെയർ അടിയിലും നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക.
ഹെയറിൻ്റെ ഈ എഡ്ജ് ഉണ്ടല്ലോ, ആ അറ്റം അവിടെയും നല്ലോണം തേച്ച് കൊടുക്കുക. കാരണം അല്ലെങ്കിൽ അവിടെ സ്പ്ലിറ്റൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഹെയർ ഡ്രൈ ആയിട്ടുണ്ടാവും. സോ അവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ മുടി നന്നായിട്ട് കെട്ടി വെക്കും. എന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ ആണ് ഞാൻ യൂഷ്വലി വെയിറ്റ് ചെയ്യുന്നത്. അതിൽ കൂടിയാലും മാക്സിമം ഒരു 1 അവർ, അതിനപ്പുറത്ത് പോകരുത്. മാക്സിമം ഒരു 30 മിനിറ്റ്സ് അത്രയും മതി. അത്രയും കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഷാമ്പു ചെയ്ത് വാഷ് ചെയ്യാം. എന്നിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ചെയ്യാറുള്ളത്. എൻ്റെ ഹെയർ കെയറിൽ വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ആഡ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഹെയർ കെയർ ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഒരു ഓയിലിംഗ് ടെക്നിക്ക് ഞാൻ ഡെയിലി ഒന്നും ചെയ്യാറില്ല. ഞാൻ വൺസ് ഇൻ എ വീക്കാണ് നോർമലി ചെയ്യാറുള്ളത്. പിന്നെ ചില ടൈമിലൊക്കെ ഭയങ്കര ഹെയർ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ആഴ്ചയിൽ 1-2 തവണയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ കെയർ, എൻ്റെ ഈ ഒരു സിമ്പിൾ റൂട്ടീൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ ടിപ്സൊക്കെ പോരട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.